ഇത്രയേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും ഈ സിനിമയുമായിട്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് സമദ്ഭായി വരുന്നത്? ആ സിനിമ കാണാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാൻ എനിക്ക് ഓവർസീസ് ഔട്ട്സൈഡ് GCC ഉള്ള പല ഡീലുകളും ഞാൻ ക്ലോസ് ചെയ്യുന്നത് പോലും ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്കതിൽ വന്ന എൻ്റെ ഉള്ളിൽ വന്ന കോൺഫിഡൻസാണ്. അതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇനി കുറച്ച് മണിക്കൂറുകളും കൂടി മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ടർബോ എന്ന സിനിമ റിലീസ് ചെയ്യാൻ കുറച്ച് മണിക്കൂറും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാ കേന്ദ്രങ്ങളിലും 500ഓളം സ്ക്രീനുകളിൽ കേരളത്തിൽ, അതുപോലെ തന്നെ 65ഓളം രാജ്യങ്ങളിൽ, ആദ്യമായിട്ടാണ് 65ഓളം രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുന്നതെന്നാണ് ട്രൂത്ത് ഗ്ലോബൽ ഇന്റർനാഷണലിന്റെ ചെയർമാനായ സമദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 65 രാജ്യങ്ങൾ, ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് 45 രാജ്യങ്ങളാണ് ഇതിനു മുമ്പ് ഒരു സിനിമ വന്നിട്ടുള്ളത്. ഇപ്പോൾ 65 രാജ്യങ്ങൾ. അപ്പോൾ ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി സമയം ഉണ്ടല്ലോ, ചിലപ്പോൾ 65 എന്നുള്ളത് ഇനിയും കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്യങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ് സമദ്. അപ്പോൾ ഓരോ രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യാണ്. ഇങ്ങനൊരു പ്രൊമോഷനും അതുപോലെ ഇങ്ങനൊരു വൈഡ് റിലീസുമായിട്ടുള്ളൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ചരിത്രമായി മാറാൻ പോകുന്നത്. ഇപ്പോൾ ട്രൂത്ത് ഗ്ലോബൽ നല്ല രീതിയിൽ തന്നെ സിനിമ മാർക്കറ്റ് ചെയ്യുന്നത് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ എന്തായാലും 500ഓളം സ്ക്രീനുകളിൽ നാളെ അതിരാവിലെ 9 മണിക്ക് മുതൽ സിനിമ ആരംഭിക്കുകയാണ്. മമ്മൂക്കയെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും വിമർശിക്കാൻ വരുന്നവരും ഇതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാതിരിക്കുന്നവരെല്ലാവരും ഈ സമയം ഉറക്കമുളച്ച് ഇരിക്കുകയാണ്. എന്തെങ്കിലും അപാകത ഉണ്ട് എങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കയെ വിമർശിക്കുന്നവരും മമ്മൂക്കയെ എതിരായി നിൽക്കുന്നവരും മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ ഈ സിനിമ കണ്ട് അവർ എത്രമാത്രം സന്തോഷിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്ക് ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന സിനിമ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ പറഞ്ഞ 500ഓളം സ്ക്രീനുകളിലും മാത്രമല്ല 65 രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം പ്രതീക്ഷയുള്ള സിനിമയാണ്. സിനിമ വളരെ വലിയൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെ ആയിരിക്കുമെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് ഒരു നിമിഷം പോലും നമുക്ക് ചിന്തിക്കാൻ പോലും, വേറൊരു രീതിയിൽ പോലും ആലോചിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിലാണ് സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അത്രയും ആക്ഷൻസാണ് ഈ സിനിമയിൽ, ഒരു നിമിഷം പോലും ഇല്ലാത്ത അത്രയും ആക്ഷനാണ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയിൽ. ഈ പ്രായത്തിൽ ഇത്രമാത്രം റിസ്ക് എടുത്ത് ഇത്രമാത്രം ആക്ഷൻ ചെയ്ത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമ നമുക്ക് നൽകാൻ മമ്മൂക്ക കാണിക്കുന്ന ഉത്സാഹം, അതേ രീതിയിൽ തന്നെ ആവട്ടെ. ആ സിനിമ അത്രമാത്രം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്. ഇനി കൂടുതൽ വിശേഷങ്ങളും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ.